ഹലോ. അപ്പോൾ ഇന്ന് കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ നമ്മളൊരു മിനി വ്ളോഗ് ഇടുന്നത്. ഒരു ട്രിപ്പ് പോവാണ് ഞാനും ഹസ്ബൻഡും കൂടിയിട്ട്. ഞങ്ങൾ നാട്ടിലേക്ക് എത്തിയത്, അതായത് ദുബായിലായിരുന്നു. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് അയർലൻഡിലാണ്. അപ്പോൾ ഡയറക്റ്റ് ദുബായിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പിന്നെ ഞങ്ങൾ കറക്റ്റ് ആ വാറ് തുടങ്ങണതിൻ്റെ തലേ ദിവസമാണ് നാട്ടിലേക്ക് എത്തിയത്. എന്തോ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു ലക്ക് പോലെ നമുക്ക് എത്താൻ പറ്റുക, അല്ലെങ്കിൽ അവിടെ ലോക്കായതിനെ കാരണം ഹസ്ബൻഡ് തിരിച്ച് അയർലൻഡിൽ പോകാനുള്ളതല്ലേ. അപ്പോൾ സത്യം പറഞ്ഞ ഒരു ദൈവസഹായം ആയിരുന്നു അത് നാട്ടിലേക്ക് എത്താൻ പറ്റിയത്. ഇവിടെ വന്നപ്പോൾ നമ്മുടെ വീട്ടുകാരെയൊക്കെ കാണാനും ഒക്കെ പറ്റി. കാരണം ഇനി തിരിച്ചു പോകുമ്പോൾ ആൾക്ക് അമ്മയെ കണ്ടിട്ടൊക്കെ പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ വരാൻ വിചാരിച്ചാൽ അങ്ങനെ എത്തിപ്പെട്ടാണ് കേട്ടോ. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും കുറച്ച് ദിവസം നാട്ടിലുണ്ടല്ലോ, അപ്പോൾ ഒരു ട്രിപ്പ് പോകാമെന്ന്. അങ്ങനെ ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഗോകർണം പോകാമെന്ന്. പക്ഷേ ആ ടൈമിൽ നമ്മൾ നോക്കിയപ്പോൾ ഒരു ടിക്കറ്റ് കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ഡയറക്റ്റ് നേരെ ബാംഗ്ലൂർക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ ഹസ്ബൻഡിൻ്റെ കസിൻസ് ഉണ്ട് കേട്ടോ. ഹസ്ബൻഡിൻ്റെ അങ്കിളുടെ ഡോക്ടർ, അവരുടെ ഫാമിലി, അവരുടെ ഡോക്ടറൊക്കെ അവിടെയാണ് കേട്ടോ. അപ്പോൾ അവരവിടെ സെറ്റിൽഡാണ്. ഇതാണ് ജേസിയ വൈൽഡ് വുഡ്സ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അടിപൊളി ഫ്ലാറ്റാണ് കേട്ടോ. അവർ പുതിയതായിട്ട് ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്തതാണ്. നല്ല അടിപൊളി സ്ഥലം, ആംബിയൻസും കാര്യങ്ങളും അവിടെ ഫുള്ള് ട്രീസും ഒക്കെ അടിപൊളിയാണ്. ഇത് പെറ്റ് ഡോഗാണ് റൂണി. അവളെ നടത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അവരെന്നും വൈകിട്ടും രാവിലെയും അവളെ നടത്തിക്കാൻ ഇറങ്ങും. അപ്പോൾ ഞങ്ങളും ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ കൂടെ ഇറങ്ങി. അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇത് ഈ ചെറുതാണ് കേട്ടോ മേഹു. ഞങ്ങൾ വന്നപ്പോൾ ഫുൾ ടൈം ഞങ്ങളുടെ പിന്നാലെയായിരുന്നു. ഞങ്ങൾക്ക് ഓരോ കഥകൾ പറഞ്ഞെന്ന്, പാട്ടുപാടി, ഓരോ സ്ഥലങ്ങളൊക്കെ കാണിച്ചെന്ന്. അവൾ ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ നടന്നിട്ട് ഞങ്ങൾ നേരം പോയത് അറിഞ്ഞില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. എന്നിട്ട് എല്ലാവരും കൂടി അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടന്ന് ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇതൊരു ലേക്ക് സൈഡാണ് കേട്ടോ. ഇവിടെ നല്ല കുറച്ച് നേരം നമുക്ക് വന്നിരിക്കാനും ഒരു ഈവനിങ് ടൈമിലൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ്. ഇവർ ശരിക്കും അത് ബിൽഡ് ചെയ്തേക്കണ തന്നെ കുറേ ട്രീസും ഇതൊക്കെ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇതാക്കിയിരിക്കുന്നത്. ഭയങ്കര അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇവിടെ വന്ന് നിൽക്കാനും ഒക്കെ നല്ല രസമാണ് കേട്ടോ. പിന്നെ ശ്രുതി ചേച്ചിക്ക് ആക്ച്വലി ഞങ്ങളുടെ കൂടെ അപ്പോൾ നടക്കാൻ വരാനൊന്നും പറ്റില്ല. ആൾക്ക് വർക്ക് ഫ്രം ഹോം ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെയൊക്കെ ചുറ്റി സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി. കുറേ സംസാരിച്ച് നടന്ന് റൂണിക്ക് വയ്യാണ്ടായി. തിരിച്ച് ഞങ്ങൾ ഫ്ലാറ്റിലോട്ട് തിരിച്ച് പോകണ്ടോ. അവൾ കിതച്ചുടങ്ങി. അവിടെ ഫ്ലാറ്റിൽ പോയിട്ട് നോക്കുമ്പോഴാണ് ശ്രദ്ധിച്ചേച്ചി. അപ്പോഴും വർക്ക് തന്നെയാണ്. കാരണം അവർക്ക് വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാലും അങ്ങനെ ടൈമൊക്കെ വളരെ കുറവായിരിക്കും സ്പെൻഡ് ചെയ്യാൻ കിട്ടുക. അപ്പോൾ ഞങ്ങൾ എത്തിയത് ഒന്നാമത് വീക്ക് ഡേയ്സിലായിരുന്നു, ഓഫ് ഡേയ്സിലായിരുന്നില്ല. അപ്പോൾ അതിനും ഒരു ബുദ്ധിമുട്ട്. ബാക്കി വീഡിയോ നമുക്ക് നെക്സ്റ്റ് ഇതിൽ കാണാം കേട്ടോ.